ഉപ്പും മുളകും പരമ്പരയിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന നടിയാണ് ജൂഹി റുസ്തഗി. പകുതി മലയാളിയും പകുതി രാജസ്ഥാനിയുമായ ജൂഹി മലയാളികൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട ലച്ചുവാണ്. കുറച്ച് നാളുകളായി ലച്ചു സോഷ്യൽ മീഡിയയിൽ സജീവമല്ലായിരുന്നു. ജൂഹിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് ആരാധകരാണുള്ളത്. എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ജൂഹി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റ് ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്. കയ്യിൽ പുതിയ ടാറ്റു ചെയ്തതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ലച്ചു പങ്കുവച്ചത്. ചന്ദ്രനാണ് എൻ്റെ വീട്, നക്ഷത്രങ്ങളാണ് എനിക്ക് വഴികാട്ടിത്തരുന്നത്, എൻ്റെ സ്കിൻ അതെല്ലാം ഓർക്കുന്നു എന്നായിരുന്നു ടാറ്റുവിനെക്കുറിച്ച് ജൂഹി കുറിച്ചത്. നിരവധി പേരാണ് ജൂഹിയുടെ പുതിയ പോസ്റ്റിന് താഴെ കമന്റുമായി എത്തുന്നത്. ജൂഹിയെ ലച്ചു എന്ന് വിളിച്ച് കമന്റ് ബോക്സിൽ ചിലർ സ്നേഹവും പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം ജൂഹിയെ കണ്ടതിലുള്ള സന്തോഷവും ചിലർ പ്രകടിപ്പിക്കുന്നു. ഇത്രയും നാളും എവിടെയായിരുന്നു, മെലിഞ്ഞോ എന്നും ചിലർ ചോദിക്കുന്നു. പകുതി മലയാളിയും പകുതി രാജസ്ഥാനിയുമാണ് ജൂഹി റുസ്തഗി. ജൂഹിയുടെ അച്ഛന് എറണാകുളത്ത് ബിസിനസ്സായിരുന്നു. രഘുവീർ ശരൺ റുസ്തഗി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അച്ഛന് കേരളവും മലയാളികളും ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. അങ്ങനെ ഒരു മലയാളി പെൺകുട്ടിയെ തന്നെ തേടിപ്പിടിച്ച് വിവാഹം കഴിക്കുമായിരുന്നെന്ന് ജൂഹി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ചോറ്റാനിക്കര സ്വദേശിയാണ് ജൂഹിയുടെ അമ്മ ഭാഗ്യലക്ഷ്മി. 2021 ഒരു വാഹനാപകടത്തിലാണ് ഭാഗ്യലക്ഷ്മി മരിച്ചത്. ഭാഗ്യലക്ഷ്മിയും മകനും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ പിന്നാലെ വന്ന ഒരു ലോറി ഇടിക്കുകയായിരുന്നു. അന്ന് ഇനി എനിക്ക് ആരുണ്ടെന്ന് ചോദിച്ചുള്ള ജൂഹിയുടെ വിലാപം ആരാധകരെയും കരയിപ്പിച്ചിരുന്നു. സ്വന്തം മകളെ പോലെ ലച്ചുവിനെ ചേർത്ത് പിടിച്ച് നിഷ സാരംഗും കൂടെ ഉണ്ടായിരുന്നു. സ്ക്രീനിലെ പോലെ തന്നെ ജീവിതത്തിലും അവരെല്ലാം മക്കളാണ്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറയാറുണ്ടെന്ന് നിഷ പറഞ്ഞിരുന്നു. അച്ഛനെ പോലെയാണ് അവരെല്ലാം പരിഗണിക്കുന്നത് എന്ന് ബിജു സോപാനവും വ്യക്തമാക്കിയിരുന്നു. അമ്മയുടെ വിയോഗത്തിന് ശേഷം ജൂഹി ഉപ്പും മുളകും പരമ്പരയിൽ തിരിച്ചെത്തുകയും ചെയ്തിരുന്നു.